തങ്ങളുടെ പാട്ടിലോട്ട് വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പോ രണ്ട് റാപ്പ് മ്യൂസിക്കുകൾ അല്ലെങ്കിൽ രണ്ട് മ്യൂസിക്കുകളുടെ താരതമ്യ പഠനമാണ് അവർ പ്രധാനമായിട്ട് സിലബസിൽ ഉന്നയിച്ചിരിക്കുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയാം. കാരണം ഡിലേ ആണ്, വേറെ ഒന്നുമല്ല, ഇത് ക്രോസിംഗിന്റെ ആണ്. പണിയെടുക്കുന്ന ഒരാളാണ്. എത്ര വയസ്സായി മക്കൾക്കും അമ്മ ഭയങ്കര നെസസറി ആയിട്ടുള്ള കാര്യമാണല്ലോ. ആ ഒരു അറ്റാച്ച്മെന്റ് കൈമാറും. ഉള്ളിനുള്ളിൽ അറ്റാച്ച്മെന്റ് ഇങ്ങനെ ഉണ്ട്. കുടുംബ വീട്ടിലായിരിക്കും, തറവാട്ടിലായിരിക്കും താമസിക്കുന്ന. ഐ തിങ്ക് ഐ ആം ദ ചോസൺ വൺ. അല്ല, റിലീജിയനെ കാസ്റ്റിനെയൊക്കെ കണക്ട് ചെയ്യാൻ ഒരു നടീ നടന്മാർ പോലും സിനിമയിൽ നിൽക്കുന്ന പോലും. വേടനെ റിപ്പോർട്ടർ ചാനൽ ഇന്റർവ്യൂ ചെയ്തു അരുൺകുമാർ. വേടൻ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലാണ്. നമ്മുടെ പൊളിറ്റീഷ്യൻസ് പോലും ഇപ്പോൾ വേടനെ വേണ്ടി ഇങ്ങനെ വേടനെ തങ്ങളുടെ പരിപാടികളിലൊക്കെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി മീഡിയാസും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ നോക്കുന്നുണ്ട്. കാരണം വേടൻ്റെ ഒരു തംബ്നെയിൽ യൂട്യൂബിൽ വരുമ്പോൾ തന്നെ ക്ലിക്ക് കിട്ടും. ഒരുപാട് യുവാക്കളെ സ്വാധീനിക്കുന്നൊരു മനുഷ്യനാണ്. നമ്മൾ അങ്ങനത്തെ നോർമലി നോക്കി പോകുമ്പോൾ വേടൻ്റെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കും ഇൻ്റർവ്യൂസ് ആണല്ലോ. അതുകൊണ്ട് കുറേ രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തെ തങ്ങളുടെ പാർട്ടിയിലോട്ട് വെൽക്കം ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് രാഷ്ട്രീയത്തിൽ വരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പിന്നീട് പറയാൻ പറ്റാതെ വരും. അതൊരു പോയിന്റാണ്. പുള്ളിക്ക് ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായ പുള്ളിക്ക് പറയാൻ പറ്റില്ല. ഇപ്പം പുള്ളി ഫ്രീ ആണ്. മറ്റൊന്ന് ഒരു അടിമയായി മാറും. ഇവിടെ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി ലിങ്ക്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണ്ടേ. അവരെ കുറ്റം പറയാൻ പാടില്ല, അവരെ വിമർശിക്കാൻ പാടില്ല. അങ്ങനെ പ്രശ്നം വരും. ചാനലുകളിലും അദ്ദേഹത്തെ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ആ ചാനലിന് പെട്ടെന്ന് റേറ്റിംഗ് കിട്ടും. വേടൻ്റെ ഇൻ്റർവ്യൂ, വേടൻ്റെ ലൈഫിനെ കുറിച്ച് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പുതിയ പുതിയ പ്രൊജക്റ്റുകളും മറ്റൊക്കെ. നമ്മുടെ അരുൺകുമാർ റിപ്പോർട്ടർ TV അദ്ദേഹത്തിന് ഇന്റർവ്യൂ എടുത്തു. അതെ, ആ പാട്ട് സർവകലാശാലയുടെ സിലബസ് ഉൾപ്പെടുത്തിയപ്പോൾ അതിനോട് ചേർന്നുള്ളത് എനിക്ക് തോന്നുന്നു അപ്പോ രണ്ട് റാപ്പ് മ്യൂസിക്കുകൾ അല്ലെങ്കിൽ രണ്ട് മ്യൂസിക്കുകളുടെ താരതമ്യ പഠനമാണ് അവർ പ്രധാനമായിട്ട് സിലബസിൽ ഉന്നയിച്ചിരിക്കുന്നത്. വേടൻ പക്ഷേ യൂണിവേഴ്സിറ്റിയിലും കോളേജിലും പോയി പഠിച്ചിട്ടില്ല. വേടന്റെ പാട്ട് സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ വരുന്നു. അങ്ങനെ വന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താ തോന്നിയത്? ഞാൻ എന്റെ സുഹൃത്തുക്കളുടെ സഹോദരന്മാരുടെ അടുത്ത് പറയും, നിങ്ങൾ കണ്ട ഒരു ദിവസം ഞാൻ മരിച്ചു പോകുമ്പോഴെങ്കിലും എന്നെ കുറിച്ച് 10ാം ക്ലാസ് പാഠപുസ്തകത്തിലെങ്കിലും പിള്ളേർ പഠിക്കുമെന്ന് പറയാറുണ്ട്. ഞാൻ അതെ, ഞാൻ വെറുതെ കോമഡി അടിക്കാൻ വേണ്ടി പറയാനാണ് പിള്ളേരുടെ അടുത്ത്. അപ്പൊ ഇതേമാതിരി ഇത് ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു സുഹൃത്തുണ്ട്, ഹൃദിക്കാണ് എളി മോർണിംഗ് എനിക്ക് അയച്ചു തരുന്നത് കാണാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ ആരുടെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അത് നമ്മളെ കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾ വേടന്റെ പാട്ടിനെ കുറിച്ചും അത് മൈക്കിൾ ജാക്സന്റെ പാട്ടുമായിട്ട് അല്ലെ എങ്ങനെയാണ് താരതമ്യം ചെയ്ത് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ വേടൻ ഒരു പഠന വിഷയമായി മാറുന്നു എന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, പ്രേക്ഷകർക്ക് അധികം അറിയില്ല, വേടൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ 10 വരെ പ്രോപ്പറായിട്ട് പഠിക്കാൻ എനിക്ക് പറ്റി. സ്കൂളിൽ പോയി പിന്നെ +1 ഞാൻ മോഡൽ ബോയ്സിലാണ് പഠിച്ചത്. പക്ഷേ ആ സമയത്ത് സ്കൂളിലൊന്നും പോകാൻ അധികം പറ്റിയിട്ടില്ല. ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. ഈ വേടൻ ജനിച്ച സ്ഥലത്തെ കുറിച്ച് ഞാൻ ഇന്നലെ 2-3 പേരെ ഞാൻ ചോദിച്ചു. അത് റെയിൽവേ കോളേജിന് അടുത്തുള്ള സ്ഥലമാണ്. അവിടെ ഇപ്പോൾ പോകാറുണ്ടോ? പിന്നെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട്. ആ സ്ഥലത്തിന്റെ പേര് ഞാൻ അർത്ഥപ്പെടുത്തി. സ്വപ്നഭൂമി എന്നായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്. ജനിച്ചു സ്വപ്നഭൂമി നമ്മുടെ ഞാൻ താമസിച്ചിരുന്ന കോളനിയാണ്. അതൊരു കോളനിയാണ്, ഒരു പട്ടികജാതിക്കാരുടെ കോളനിയാണ്. അതിന്റെ പേരായിരുന്നു സ്വപ്നഭൂമി. പിന്നെ സ്വപ്നഭൂമി കോളനി, തളപ്പറമ്പ് കോളനി. നമ്മളെന്താ സ്വന്തമായിട്ട് വീടില്ലാത്ത കാരണം ആ ഒരു പഞ്ചായത്തിൽ തന്നെ പഞ്ചായത്തോട് അടുത്ത് നിൽക്കുന്ന പല സ്ഥലങ്ങളിലേക്കും മാറി 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 അങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാമപഞ്ചായത്തിലും അതിന് ചുറ്റുപറ്റിയുള്ള എല്ലാ ഏരിയകളും സുഹൃത്തുക്കളുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഉപകാരം ഉണ്ടായിട്ട് കിട്ടുന്നത്. ഞാൻ ഈ കോളനിയുടെ പേര് മാറ്റിയത് നമ്മുടെ പ്രേക്ഷകർക്ക് സംശയമുണ്ട്. നമ്മുടെ റെയിൽവേ കോളനി എന്നൊരു വാക്കുണ്ട്. ആ വാക്ക് വേറെ ഒരു വാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. സാധാരണ കോളനി എന്ന വാക്കിന് ഒരു രാഷ്ട്രീയ അർത്ഥമുണ്ട് പ്രേക്ഷകർ, അതുകൊണ്ടാണ് ഉന്നതി നഗർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ റെയിൽവേ കോളനി എന്ന് പറയുന്നത് റെയിൽവേ ഉന്നതി എന്ന് പറയുന്നത് ആശങ്കയില്ല, സംസാരിക്കാൻ വരെ ബുദ്ധിമുട്ടുള്ള കാര്യം. കോളനിയെ കുറിച്ച് എങ്ങനെ പറയുന്നത്? പക്ഷേ അവിടെയാണ് വേടൻ ജനിച്ചതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ആ സ്ഥലം പറഞ്ഞത്. റെയിൽവേ ഉന്നതിയിലാണ് ജനിച്ചത് പറഞ്ഞ ആളുകൾ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ ആ സമയത്തേക്ക് ഉള്ളിലൊരു താളൊക്കെ തീവണ്ടിയൊക്കെ പോകുന്നതിന്റെയും അതിന്റെ ഓരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മയൊക്കെ ഉണ്ടാവില്ല വേടന്? പിന്നെ തീർച്ചയായും ഒരു സമയത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ റെയിൽവേ ട്രാക്കുകൾക്ക് അരികിലുള്ള വീടുകൾ താമസിച്ചിട്ടുണ്ട്. ഞാൻ 2-3 വീടുകളിൽ തൊട്ടടുത്ത് തന്നെ താമസിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ പോകുന്ന ശബ്ദം കേൾക്കാതെ ഉറക്കം വരില്ല നമുക്ക്. വേറെ എവിടെയും മാറി കിടന്ന ട്രെയിൻ ഫാൻ ഇടേണ്ട ആവശ്യമില്ല ചില ആൾക്കാർക്ക്, ഫാനിന്റെ ശബ്ദം കേട്ടാൽ മതിയല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. റെയിൽവേ ക്രോസിംഗിന്റെ ഒക്കെ അടുത്ത് നമ്മൾ താമസിക്കുമ്പം സ്വാഭാവികമായിട്ട് അവിടെ താമസിക്കുന്നവർക്ക് ഇന്ന സമയത്ത് പോകുന്ന ട്രെയിൻ ഏതാണ് എന്നൊക്കെ കറക്റ്റായിട്ട് അറിയാം. അങ്ങനെ ഡിലേ ആണ്, വേറെ ഒന്നുമല്ല, ഇത് ക്രോസിംഗിന്റെ ആണ് എന്നൊക്കെ ഫ്രണ്ട്സ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. രാത്രിയിലൊക്കെ പലപ്പോഴും കറക്റ്റ് ഇത് പാസ് ചെയ്ത് പോകുമ്പോൾ ഇത്ര സമയമായി,
അവിടെ അലാറാണ്, മുനിസിപ്പാലിറ്റിയുടെ സേരം പോലെ. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു. ചിലർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. പലരും വീട് മാറി താമസിക്കുന്ന ഏരിയോട്ട് വന്ന് താമസിക്കും. ആ സ്ഥലത്തെ ആ സൗണ്ട് ഡിസ്റ്റർബൻസ് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ഒന്നുമില്ല, ചിലവർക്ക്. വേടന്റെ അച്ഛനെ കുറിച്ച് അധികം പ്രേക്ഷകർക്ക് അറിയില്ല. മുരളിച്ചേട്ടൻ ലോട്ടറിയാണ്. ഇല്ല, അതൊക്കെ അതൊന്നും സത്യമാണ്. ഞാനും ഇങ്ങനെ ഒരു വാർത്ത കേട്ടാണ്, ഈ യൂട്യൂബിൽ ഒക്കെ ലോട്ടറി കച്ചവടക്കാരനെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ന്യൂസുകൾ പോയായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഫേക്ക് ന്യൂസ് പുറത്തോട്ട് പറഞ്ഞു വിടുന്നു? മേലനങ്ങി പണിയെടുക്കുന്ന ഒരാളാണ്. എത്ര വയസ്സ് അപ്പനൊരു ഇത് കണ്ടിട്ട് വന്നിട്ട് ഞാൻ എപ്പോഴാണ് ലോട്ടറി എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? എനിക്കറിയാം പണിയെടുത്ത് മേലാക്കി ജീവിക്കുന്ന ഒരാൾക്ക് താൻ ലോട്ടറി കച്ചവടക്കാരനെന്ന് പറഞ്ഞ അയാൾക്ക് ഭയങ്കര ദേഷ്യം വരും. കാരണം ലോട്ടറി കച്ചവടക്കാരൻ ആരാന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ഒരു പണി ചെയ്യാതെ മേലിറങ്ങാതെ ഈ സാധനം പിടിച്ചതിലും ഹോസ്പിറ്റൽ അല്ലെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡ്, എന്തെങ്കിലും ഫങ്ഷൻസ് നടക്കുന്ന സ്ഥലം, മരിച്ച സ്ഥലം, റെയിൽവേ ക്രോസ്, അങ്ങനെ സ്ഥലങ്ങളിൽ പോയി ഇങ്ങനെ നിൽക്കും. വണ്ടി ആളെ നിർത്തി വന്ന് ചുമ്മാ ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന ഒരു വലിയ വിഭാഗം ആ കൂട്ടത്തിലുണ്ട്. എല്ലാവരും ഒന്നല്ല, ഒരു വലിയ വിഭാഗം. നമ്മൾ വേണ്ട കേട്ടോ അങ്ങനെ വീണ്ടും 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 ശല്യപ്പെടുത്തി ആ കിട്ടുന്ന പൈസയ്ക്കകത്ത് ഒരു സാധനം മേടിച്ച് അടിക്കുക, കിടന്നുറങ്ങുക. അപ്പൊ സ്വാഭാവികമായിട്ട് ലോട്ടറിന്ന് കേൾക്കുമ്പോൾ തന്നെ പണിയെടുക്കുന്ന ആൾക്ക് തന്നെ ലോട്ടറി കച്ചവടക്കാരനാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല ദേഷ്യം വരും. അമ്മ പക്ഷേ ഈ വോയിസ് ഓഫ് വോയിസ്ലെസ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണോ അമ്മ വിട്ടുപോകുന്നത്? ഇല്ല, വാ എന്ന് പറഞ്ഞ ട്രാക്ക് ഇറങ്ങിയിട്ട് ഒരു 2 വർഷം. ഞാനൊരു യൂട്യൂബിൽ വേടൻ തന്നെ പറയുന്നത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി. വേടന്റെ ആ പഴയ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരു സിനിമാറ്റിക് അമ്മ സ്റ്റൈലിലുള്ള കുട്ടിക്കാലം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ പൊതുവെ ധരിച്ചിരിക്കുന്ന കുട്ടിക്കാലോ. അങ്ങനെ ഒരു അമ്മ, അച്ഛൻ, അങ്ങനെ ഒരു സങ്കല്പമൊന്നും വേടൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അത് സിനിമയിൽ മോനെ ഉണ്ണി നീ ഭക്ഷണം കഴിച്ചോടാ എന്ന് പറഞ്ഞ് പിന്നാലെ പോയി ചോറ് കൊടുക്കുന്ന ഒരു അമ്മയുടെ സങ്കല്പം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു അമ്മയല്ല വേടന്റെ മനസ്സിലുള്ള അമ്മ. അതെങ്ങനെ അമ്മ, വേടന്റെ ഒരു അനുഭവത്തിലുള്ള അമ്മ? ഇതിനിപ്പോ എനിക്ക് തോന്നുന്നത് ഈ നമ്മളെ പോലെ ഈ അധസ്ഥിതരായ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഇടങ്ങളിലുള്ള അമ്മമാരെ എല്ലാവരും ഇതേമാതിരി മക്കളെ കുറിച്ച് ആലോചിക്കാനോ മക്കളുടെ ഭാവി എന്തായിരിക്കും കുറിച്ച് ആലോചിക്കാനോ അവർക്ക് പറ്റുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പഠിപ്പിച്ച് വലിയ നിലയിലാക്കണം, സ്പെഷ്യൽ ട്യൂഷൻ അയക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമിക ബോധം ഈ അമ്മമാർക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാര്യങ്ങൾ പട്ടിണിയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് ജോലി എടുക്കുന്ന അമ്മമാരെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ അതല്ലാത്ത അമ്മമാരെയും കണ്ടിട്ടുണ്ട്, വീട്ടിലിരുന്ന് പണിയെടുക്കുന്ന ഹൗസ് വൈഫ് എന്നൊക്കെ പറയുന്നത്. അതായത് അവർക്ക് മനസ്സിലായോ, എന്റെ അമ്മയൊന്നും അങ്ങനത്തെ അമ്മയായിരുന്നില്ല. ഒരു പക്ഷേ ഈ പിന്നാലെ നടന്ന് ചോറ് കൂട്ടാൻ വരുന്ന അമ്മ എന്നുള്ളത് ഒരു ലക്ഷറിയാണ് വേടനെ സംബന്ധിച്ചല്ലേ? അയ്യോ, കോടീശ്വരനെ ഞാനിപ്പോ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കമ്പനി കോടീശ്വരനാണ് ഞാൻ കുഴപ്പമില്ല, എനിക്ക് കോടീശ്വരനാവും. പക്ഷെ അങ്ങനെ ഒരു അമ്മയെ കിട്ടാത്തത് കൊണ്ടൊരു ദാരിദ്ര്യം കൂടിയുണ്ട്. അമ്മയുടെ അവസ്ഥ അതെല്ലാ മക്കൾക്കും അമ്മ ഭയങ്കര നെസസറി ആയിട്ടുള്ള കാര്യമാണല്ലോ എല്ലാ മക്കൾക്കും. അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന അമ്മയെ കണ്ടതല്ലേ വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് അല്ലേ? ഇപ്പൊ നമ്മള് മറ്റേ മെഹ്റൂജയുടെ ഫോട്ടോ മെഹ്ജൂറയുടെ ഫോട്ടോ തരുന്ന സമയത്ത് മെഹ്ജൂരെ കുറിച്ച് കേൾക്കുന്നത് മെഹ്ജൂര പറയുന്നുണ്ട് ആ സമയത്ത് അമ്മയ്ക്ക് മോനെ കുറിച്ച് പറയാനുണ്ട്. പക്ഷെ എന്നാൽ അങ്ങനെയൊന്നും പറയാനൊന്നും അറിയില്ല. ഇല്ല, നമ്മൾ അങ്ങനെ ആത്മബന്ധങ്ങളൊന്നും ഇല്ല അമ്മയായിട്ട്. അതിപ്പോ എന്റെ ഫാദറിന്റെ കൂടെയാണ് നിൽക്കുന്നത്. പുള്ളിക്കാരനായിട്ട് ഞാനിപ്പോ ഒരു ആത്മബന്ധം ഇപ്പോഴാണ് ഉണ്ടാക്കിയെടുത്തത്. എന്നെ ഒരുപാട് നോക്കിയിട്ടുള്ളതും എന്റെ അപ്പനാണ്. കുറെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ. പക്ഷെ നമ്മൾ തമ്മിൽ ആത്മബന്ധങ്ങളില്ലെന്നേ. സ്വകാര്യ നിമിഷങ്ങൾ ചെലവാക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ആ ഒരു കൾച്ചർ ഈ പറയുന്ന സമൂഹത്തിനകത്ത് ഒരു ടിപ്പിക്കൽ സാധാരണ മലയാളിയുടെ കുടുംബത്തിൽ കാണണമെന്ന് അവർ ആഗ്രഹിക്കുകയോ സ്വപ്നം കാണുകയോ സിനിമാ ഫ്രെയിമിൽ കാണുകയോ ചെയ്ത ഒരു അച്ഛൻ അമ്മ ഇങ്ങനെ ഒരുമിച്ച് കിടന്ന് ഒരേ പുതപ്പിന്റെ കീഴിൽ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് പഠിപ്പിച്ചു. പല വീടുകളിലും ഇതേ സിറ്റുവേഷൻ തന്നെയാണ്. ആത്മബന്ധം കുറവാണ്. നമ്മൾ പേരൻസിനോടോ അച്ഛനോടോ അമ്മയോടോ ദേഷ്യമല്ല, നമുക്ക് വ്യക്തിപരമായ അവരോട് നമുക്ക് ദേഷ്യമാണ്. പക്ഷെ നമുക്ക് അവർ പറയുന്ന കാര്യങ്ങളോട് ചിലപ്പോൾ യോജിപ്പ് കാണില്ല, അവർ ചെയ്യുന്ന കാര്യങ്ങളോട് ചിലപ്പം യോജിപ്പ്, അവർക്ക് നമ്മുടെ കാര്യങ്ങളോട് അതുപോലെ തന്നെ തിരിച്ച് യോജിപ്പ് കാണില്ല. എന്ന് വെച്ചാൽ സ്നേഹമില്ലായ്മയല്ല, ആ ഒരു മാനസികാവസ്ഥയല്ലേ ഓരോരുത്തര്. മകന്റെ ചിന്താഗതി ആയിരിക്കണമെന്നല്ല പിതാവിന്റെ ചിന്താഗതി. അപ്പൊ ആ വിഷൻ എന്തായാലും ഡിഫറെന്റ്. അച്ഛനും അമ്മയൊക്കെ ആ ഒരു വിഷൻ എല്ലാവരുടെയും ഒരുപോലെ ആകുമ്പോഴാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, സ്നേഹം കൈമാറുക, മാതാപിതാ സഹോദരി സഹോദരന്മാരൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുക, നമ്മുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക. ആ ഒരു ഹാപ്പി മൊമെന്റ് വേറെ ഇതാണ്. അതില്ലെന്ന് വെച്ചുകൊണ്ട് അവരാരും പ്രശ്നക്കാരാന്നല്ല അർത്ഥം. വരം പറയുന്ന പോലെ ചില രീതിയാണത്. ഞാൻ എന്റെ ജീവിതത്തിൽ പലപ്പോഴും കണ്ടും അനുഭവിച്ചുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെ അങ്ങനെ പോകുന്ന ഒരു ബാല്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു ചെറിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതൊന്ന് ഈ പറയുന്ന രീതിയിൽ അങ്ങനെ സ്കൂളിലേക്കൊക്കെ പോയി പഠിച്ച് ഇങ്ങനെ വരണം എന്നുള്ളത്. രണ്ടാമത്തത് ചില ശീലങ്ങളുടെ കാര്യത്തിലും അങ്ങനെ വഴികാട്ടാൻ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഏറ്റവും റിഗ്രറ്റ് ഉള്ള ഒരു കാര്യം കൂടിയാണ്. ഓർമ്മയിൽ നിൽക്കുന്ന ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് നിർദ്ദലങ്ങളിൽ അല്ലെ അടിമയാർ ഉടമയാർ എന്നുള്ള പാട്ടാണ്. ആ പാട്ട് എഴുതാൻ ഇരിക്കുമ്പോൾ 25 വയസ്സേ ഉള്ളൂ അല്ലെ. 25ാമത്തെ വയസ്സിലാണ് ആ പാട്ട് എഴുതുന്നത്. അത് എഴുതുന്നതിന് മുൻപ് സ്റ്റുഡിയോ ബോയ് ആയിട്ട് വർക്ക് ചെയ്തു അല്ലെ. അതിന് മുൻപ് വാർക്കപ്പണിക്ക് പോയിട്ടുണ്ട് അല്ലെ. പിന്നെ അതിനുശേഷം പോയിട്ടുണ്ട്. പാട്ട് എഴുതിയതിനു ശേഷം പോയിട്ടുണ്ട്. ഞാനും എന്റെ മെയിൻ വാർക്കപ്പണിക്കാരൻ സുഹൃത്താണ് വിജി കൂടെ വന്നിട്ടുണ്ട്. വിജി ഇപ്പോഴും എന്റെ കൂടെയാണ് ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോഴും ജോലി ചെയ്യുന്നത്. അന്ന് ഈ ജോലി ചെയ്യുന്ന സമയത്തും ഈ വാർത്തപ്പണി അല്ലെങ്കിൽ നിർമ്മാണപ്പണിയൊക്കെ ചെയ്യുന്ന സമയത്തും ഉള്ളിൽ ഒരു താളവും പാട്ടും ഈ നിരാശയും ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഫയലും ഒക്കെ ഉള്ളിലുണ്ട്. ഞങ്ങളുടെ പണി സൈറ്റ് പാട്ട് കച്ചേരിയാണ്. കട്ടെടുത്ത് വെക്കുമ്പോൾ പാട്ടാണ്. അപ്പനൊക്കെ ഭയങ്കര പാട്ടുകാരാണ്. അപ്പനൊക്കെ പണിക്ക് കയറി കഴിഞ്ഞാൽ ഒന്നിലേക്ക് റേഡിയോ ഞാനപ്പനും വളരെ ഒരേ ടീമിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. അപ്പനും കൂടെ പണിയെടുക്കാൻ പറ്റില്ല. ഭയങ്കര സ്പീഡാണ്. ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഭക്ഷണം കഴിക്കാനും എഴുതാനും. പാട്ടിലെ സ്പീഡ്
ഇല്ല ഇല്ല, അത് ചിലപ്പോൾ ആയിരിക്കട്ടെ. അപ്പൻ നല്ല പാട്ടുകാരനാണ്. അപ്പൻ പഴയ തമിഴ് പാട്ടുകളിലൊക്കെ ആശാനാണ് അയാൾ. അപ്പൻ പാട്ട് പാടി വേടൻ ഇഷ്ടപ്പെട്ട പാട്ട് വരികളുണ്ടോ, ഓർമ്മയുണ്ടോ? വാർത്ത എന്ന് പറഞ്ഞൊരു പടം കണ്ടിട്ടില്ലേ? വാർത്ത മമ്മൂട്ടിയുടെ പടം. അതിനകത്ത് ഇന്നലകൾ ഇതുവഴി പോയി എന്ന് പറഞ്ഞ പാട്ടില്ല, അതാണ് അപ്പന്റെ ഭയങ്കര ഫേവറേറ്റ്. രാത്രിയിലേക്ക് ഒന്ന് പാടാൻ അയ്യോ, അതിനകത്ത് ഇങ്ങനെ ഒരു സാധനം കുരുടൻ ഞാൻ കനവുകളൻ സ്വന്തം. ചിലയിടത്തൊക്കെ ഞാൻ കണ്ട അച്ഛനും മകനൊക്കെ ഭയങ്കര കൂട്ടുകാരെ പോലെ ഇടാപോടാ പോലെ എത്രയും ബന്ധം. അത് വളരെ വിരളമാണ് അങ്ങനെയുള്ള ആളുകൾ. 100-ൽ 10 പേരുണ്ടെങ്കിൽ ഉണ്ട്. അത്രയ്ക്കും മക്കളുടെ കാര്യങ്ങൾ ഇൻവോൾവ് ആവുക, മക്കളുടെ എല്ലാ കാര്യങ്ങളും ഫാദർ അറിയാതെ ഒന്നും പോകത്തില്ല. അത്രയ്ക്കും കണക്റ്റഡാണ് ആ ബന്ധം ഫാദറുമായിട്ടുള്ള. മദറുമായിട്ട് പൊതുവെ എല്ലാവരും അറ്റാച്ച്ഡ് ആണ്. ഒരു 100 എടുത്താൽ 100-ലൊരു 70% മദറുമായിട്ട് അറ്റാച്ച്മെന്റ് എല്ലാവർക്കും ഉണ്ട്. വേടം പറഞ്ഞ പോലെ തന്നെ ആ അടുപ്പം ഉള്ളിനുള്ളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അതങ്ങനെ കൈമാറാറില്ല. ആ ഒരു അറ്റാച്ച്മെന്റ് കൈമാറും. ഉള്ളിനുള്ളിൽ അറ്റാച്ച്മെന്റ് ഇങ്ങനെ ഉണ്ട്. ഒരു മാനസികാവസ്ഥയല്ല. എപ്പോഴാണ് ഇതിനൊരു അനീതി ഉണ്ടെന്ന് ബോധ്യമാവുന്നത്? ഒരു ഇരട്ട നീതി എൻ്റെ മുന്നിലുണ്ട് എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നത് ഏത് പ്രായത്തിലായിരിക്കും? നമുക്ക് സ്കൂളുകളിൽ നിന്നാണ് നമുക്ക് ജാതി മനസ്സിലാവുന്നത്. അത് പ്രത്യേകിച്ച് ഇന്ത്യൻ ക്ലാസ് മുറിയിലാണോ അതോ ക്ലാസ് മുറികളിലാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ജാതീയമായി വേർതിരിക്കുന്ന ഇടം. ഹിരൺദാസ് മുരളിയിൽ നിന്ന് വേടൻ എന്ന പേരിലേക്ക് അറിയപ്പെടണം എന്നുള്ളത് ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗം കൂടിയാണല്ലോ, അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിന്റെ ഭാഗമാണ്. എനിക്ക് അത് വേടം പറഞ്ഞ ശരിയാണ്. നമ്മുടെ സ്കൂൾ ജീവിതത്തിലാണ് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ കാസ്റ്റ് വരുന്നത്. 10th എത്താറാകുമ്പോഴാണ് അതിൻ്റെ ഏതാണ് കാസ്റ്റ് എന്നുള്ളൊരു. നമ്മുടെ SLC ബുക്കിലോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ പേര്, അച്ഛൻ്റെ പേര്, മേൽവിലാസം, ഹൈറ്റ്, വെയിറ്റ്, കാസ്റ്റ്, സബ് കാസ്റ്റ്, റിലീജിയൻ, ഇതൊക്കെ വെച്ചിട്ടല്ല നമ്മൾ 10th എഴുതുന്നത് തന്നെ. അപ്പോൾ ജാതിക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ്, ജാതി മതം അതെന്തുമാത്രം കണക്റ്റഡ് ആണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അന്ന് പിന്നെ അന്നൊക്കെ നോ കാസ്റ്റ് നോ റിലീജിയനൊക്കെ എഴുതി വെക്കാനുള്ള സിറ്റുവേഷൻ എൻ്റെ ബാല്യത്തിലില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. ആരും ഇല്ല. ഇന്നിപ്പം അങ്ങനെയുള്ള ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. പേര് മതി. ഞാൻ ആ പേര് ശ്രദ്ധിക്കുമ്പോഴാണ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നതാണ്. ഞാനത് തുടർന്ന് ചോദിക്കുക. വേടൻ എന്നുള്ളത് ഒരേ സമയം വലവിരിക്കാൻ പോകുന്ന ആളാണ്, അതേസമയം വേടൻ വേട്ടയാടാൻ പോകുന്ന ആളാണ്. പക്ഷികളെ അമ്പെയ്ത് കൊന്നിട്ടും വേടനാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, പാടി കേട്ടിട്ടുള്ളത്. വേടനിലൊരു വേട്ടക്കാരനുണ്ട് എന്ന് പറയാറുണ്ട്. പുരാണങ്ങൾ എഴുതിയതും വേടനാണ്. അതും വേടനാണ്. അപ്പം വേടൻ ഇരയാണോ വേട്ടക്കാരനാണോ എന്നൊരു ചോദ്യം ഉണ്ടാവും. രണ്ടുമാണല്ലോ. രണ്ടുമാണ്. ഇത് മനുഷ്യരങ്ങനെയാണല്ലോ. നമ്മളൊരു എന്താണ് അതിനെ പറയാ, ഫുഡ് സർക്കിൾ എന്താണ്, സംക്രമണ വ്യവസ്ഥ അല്ലേ? അതെ അതെ. മനുഷ്യനെ തിന്നുന്ന പുലിയും കടി വെക്കുന്നുണ്ടല്ലോ. മനസ്സിലായി. അപ്പൊ വേട്ടക്കാരൻ ഞാൻ എന്റെ ആർട്ട് ചെയ്യും, അത് ആഹാര ശൃംഖല. അപ്പൊ ഞാൻ ആ സിസ്റ്റത്തിനകത്ത് പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വേട്ടയാടുകയും ചെയ്യും, വേട്ടയാടപ്പെടുകയും ചെയ്താൽ ഞാൻ ഒരുപാട് തവണ ഇതേ സർക്കിൾ എന്റെ ലൈഫിൽ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും നിന്നിട്ടുണ്ട്, ഞാൻ വീണ്ടും നിന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷെ മരിക്കുന്നവരെ ഈ പണി പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. വേടൻ, ഞാൻ ആ പേരിലേക്ക് വന്നത്, വേടൻ എന്ന പേര് ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് എപ്പോഴാണ്? സ്കൂളിൽ പോകുന്ന സമയത്ത് അത് വിളിച്ചിട്ടാണോ ഇത് തിരിച്ചറിയുന്നത്? എനിക്ക് വളരെ ചെറുപ്പത്തിൽ ഈ പേരുണ്ട്. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കിൽഡ് ആണ് ചെറുതായിട്ട്. ഈ സ്ലിംഗ് ഷോട്ട് ഉപയോഗിക്കാം, മീൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. കൂട്ടുകാരാണ് വിളിച്ചത്? നമ്മുടെ അവിടെ സ്നേഹത്തോടെ വിളിച്ചതാണ് ആ പേര്. പിന്നെ ഈ പേര് അങ്ങോട്ട് ലൈക്ക് വേറെ രീതിയിൽ ഉപയോഗിക്കാനും. പിന്നെ എന്റെ പേര് ആർക്കും അറിയില്ല. എന്റെ സ്കൂളിൽ ഒരു ഗ്രാമത്തിൽ തന്നെയാണ്, തിരൂർ സെന്റ് തോമസ് സ്കൂളിലാണ് ഞാൻ ഒരുപാട് കാലം പഠിച്ചത്. അപ്പൊ അത് നമ്മുടെ ഗ്രാമത്തിന്റെ അടുത്ത് തന്നെയുള്ള സ്കൂളാണ്. അപ്പൊ നമ്മുടെ ഗ്രാമത്തിലുള്ള എല്ലാവരും അവിടെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഇത് വിളിച്ച് ആ സ്കൂൾ മൊത്തം എന്നെ വേടനാണ് വിളിക്കുക. ഞാൻ മോഡൽ ബോയ്സിൽ പോയപ്പോൾ അവിടെ എന്റെ പേര് വേടൻ തന്നെയാണ്. ഞാൻ കുറുക്കഞ്ചേരി സെന്ററിൽ പഠിച്ചിട്ടുണ്ട് കുറെ കാലം, അവിടെ എന്റെ പേര് വേടൻ. പിന്നീട് അതൊരു പ്രതിഷേധത്തിന്റെ പേര് കൂടി ആവട്ടെ. ഞാൻ ആ പേരിൽ അറിയപ്പെടാനും എന്റെ പാട്ടും ബാൻഡും അങ്ങനെ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും. ഞാൻ ആദ്യം വേറെ പേരൊക്കെ ഇട്ടാലോ എന്താണ് അതിന്റെ പേര് വിചാരിച്ചത്? ഞാൻ ഇങ്ങനെ ഒന്നും മനസ്സിൽ വിചാരിച്ചിരുന്നില്ല. ഇങ്ങനെ തീരുമാനം ഉണ്ടാവും, ഈ പേര് മാറ്റേണ്ട വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്നുള്ള കാര്യത്തിലൊക്കെ. പക്ഷേ കേസൊക്കെ കൊടുക്കാൻ അത് നമ്മുടെ ഇവരായിരുന്നു, ഇല്ല കുഴപ്പമില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല, തെറ്റിദ്ധാരണയായിരിക്കും. വേടൻ നടന്നു വന്ന വഴികളിലൊക്കെ പൂവിരിഞ്ഞ വഴികളൊന്നും ആയിരുന്നില്ല എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. റേമുള്ളിൽ ചവിട്ടിയിട്ടുണ്ട് അല്ലേ? പിന്നിൽ ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ? എന്റെ പിന്നിൽ ഞാൻ മാത്രമല്ലോ, എന്റെ സുഹൃത്തുക്കളും സഹോദരന്മാരും മാത്രമല്ലോ. പക്ഷെ വേടൻ നടന്നു പോകുന്ന വഴിയിൽ വേടൻ ഒന്ന് വീണു. ആ വീണതാണോ വീഴ്ത്തിയതാണോ എന്നതാണ് ചോദിച്ചത്. അതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്റെ കയ്യിൽ മിസ്റ്റേക്കുകളുണ്ട്. ഈ അന്ന് വീഴുന്ന സമയത്ത് ഒരു വലിയ ആവേശത്തിലായിരുന്നല്ലോ വേടൻ. പെട്ടെന്ന് 2 കേസുകൾ വരുന്നു. അതും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ എന്തൊക്കെയോ ചുറ്റുപാട് സംഭവിക്കുന്നു. അപ്പോൾ ഈ പോലീസ് ജീപ്പിൽ അല്ലെങ്കിൽ ഈ കസ്റ്റംസ് വനംവകുപ്പിന്റെ ഒക്കെ ജീപ്പിൽ ഇരിക്കുന്ന സമയത്ത് വേടന്റെ മനസ്സിലുണ്ടായിരുന്നു? വേടനെ കാണുന്ന സമയത്ത് വളരെ സൈലന്റ് ആയിട്ടാണ് വേടൻ പോകുന്നത്. എന്തായിരുന്നു മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകൊണ്ടിരുന്നത്? അതിനെ കൃത്യമായിട്ട് പറയാം. നമുക്ക് പേടിയുണ്ടായിരുന്നു. എന്റെ ഫാമിലിനെയും എന്റെ സുഹൃത്തുക്കളെയും കുറിച്ച് ആൾക്കാർ എന്നെ ഡിപ്പെൻഡ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അവർ ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്തോഷത്തിൽ ജീവിക്കാത്ത ആൾക്കാരാണ്. എന്റെ അപ്പനും അനിയത്തിയും ചേട്ടനൊക്കെ. അവർക്ക് ഇപ്പോഴാണ് ഒരു മോശമില്ലാത്തൊരു വീട്ടിൽ സ്കൂട്ടറൊക്കെ ഉണ്ട്, യാത്ര ചെയ്യാൻ സൗകര്യം, അവർക്ക് തോന്നുന്ന ഭക്ഷണങ്ങൾ എപ്പോഴും കഴിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇപ്പോഴാണ് അവർ ജീവിക്കുന്നത്. വളരെ സന്തോഷം അനുഭവിച്ചു തുടങ്ങിയിട്ടുള്ളത്. ആ കുപ്പായം വിയർപ്പ് തന്നെ ഇട്ടതാണ്. തീർച്ചയായിട്ടും. പക്ഷേ നാട്ടുകാരെ വേറെ കഥകളൊക്കെ പറഞ്ഞു. നാട്ടുകാർക്ക് എന്തും പറയാം. ആളുകൾ ഇങ്ങനെ കാണുന്നു, നോക്കുന്നു, ഒരു പെട്ടെന്ന് വേറെ ഒബ്ജക്റ്റ് ആയിട്ട് മാറുകയാണ്. അതുവരെ വേടൻ ഒരു വലിയ ആവേശമായി നിൽക്കുന്ന വേടൻ ഇഷ്ടപ്പെടുന്നവർക്ക് സങ്കടം ഉണ്ടാവുന്നു. പക്ഷേ വേടനെ അടിക്കാൻ കിട്ടിയ അവസരമായിട്ട് ചില ആളുകൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഇതൊക്കെ മനസ്സിന്റെ ഉള്ളിലൂടെ കടന്നു പോകും. നാട്ടുകാർ എന്ത് പറയാം? അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടില്ല. ഞാനിത് ഓൾറെഡി അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ശീലമായി കൂടി മാറിയത് തന്നെ. പിന്നെ എനിക്കറിയാം എന്നൊരു ദിവസം ഒരു അടിക്കും എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാനായിട്ട് വടി കൊടുക്കാതിരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റുക, അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റുക,
കിടന്നുറങ്ങാൻ കട്ടില്, അലമാര തുറക്കുമ്പോൾ വസ്ത്രങ്ങൾ, സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനൊക്കെ ഒരു ജീവിതത്തിൽ അവസരം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. നിങ്ങൾക്ക് അതൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക. കാരണം വെച്ചാൽ എല്ലാവർക്കും ഒന്നും അത്ര ഇല്ല. നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50% ആൾക്കാരും സ്ട്രഗ്ലിംഗ് ആണ്. ഈ പറയുന്ന ജീവിച്ചു പോകുന്നതേ ഉള്ളൂ. അതാണ് ഒരു 50% നല്ല ഈ പറഞ്ഞ അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കുന്നുണ്ട്. 50% അവസ്ഥ ഇതാണ്. ഒരു സ്ട്രഗ്ലിങ്. അതിൻ്റെ പിന്നെ 25% എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കടത്തന്നെ കിടക്കുന്നവരാണ്. പിന്നെ ഒരു 25% വാടക വീടും അങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കുന്നത്. ആ 50% പറഞ്ഞാൽ അത്ര സ്ട്രഗ്ലിംഗ് ആണ്. കുടുംബ വീട്ടിലായിരിക്കും, തറവാട്ടിലായിരിക്കും താമസിക്കുന്ന, ജോയിൻറ്റ് ഫാമിലി ആയിരിക്കാം. ഇപ്പം നിങ്ങൾക്കൊരു ബിരിയാണി കഴിക്കാൻ തോന്നുവാണ്, അത് മേടിക്കാൻ നിങ്ങളുടെ കൈ ക്യാഷ് ഉണ്ടാവും. നിങ്ങൾ ഭാഗ്യവാനാണ് ഞാൻ പറയുന്നത്. തൻ്റെ ആഗ്രഹം സാധിക്കാൻ തൻ്റെ പൈസ ഉണ്ടല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോ 10 തല വരാൻ പോകുന്നില്ല, അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കും. 10 തല ഒരുപാട് പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മന്നർ ഒറീസ ബാലു പോലെയുള്ള റിസർച്ചേഴ്സിന്റെ പുസ്തകങ്ങളും ഈ തമിഴ്നാട് ബേസ് ചെയ്തിട്ട് പണിയെടുക്കുന്ന ആന്ത്രപ്പോളജിസ്റ്റുകൾ പോലെയുള്ള ആൾക്കാരുടെയൊക്കെ വീഡിയോസ് കണ്ടും മതം ജാതി ഇത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മറ്റുള്ളവരെ ദ്രോഹിക്കാനും സമൂഹത്തിന്റെ സ്വസ്ഥത കളയാൻ വേണ്ടി ഈ മതവും ജാതിയും ഉപയോഗിക്കുന്ന പ്രശ്നം. നമ്മുടെ നാട്ടിൽ മതം ഈ രാഷ്ട്രീയ ലിങ്ക്ഡ് ആണ്. അണികൾ, ആരാധകർ, ഭക്തർ. ഒരു നടൻ കാണും, ആ നടന് രാഷ്ട്രീയമുണ്ട്, ആ നടന് മതം കാണും. അപ്പം ഇതിൽ ലിങ്ക് ചെയ്ത് അണിയായിട്ടും ആരാധകനായിട്ടും ഭക്തനായിട്ടും ജീവിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് നാട്ടിൽ. തൊഴിലില്ലായ്മ ഒരു ഭാഗമാണ്. കഞ്ഞി കുടിച്ച് പോകണ്ടേ. ഈ തൊഴിൽ ചെയ്യുമ്പം ഫണ്ട് കിട്ടും. അപ്പം അവർ തൻ്റെ മതവും തൻ്റെ രാഷ്ട്രീയവും ഒക്കെ ഇതിലിങ്ങനെ കൂട്ടിക്കുഴച്ച് നിൽക്കുകയാണ്. അവർക്ക് പ്രതിരോധിക്കണം. തൻ്റെ രാഷ്ട്രീയത്തിനെതിരെ പറയുന്നവരെ പ്രതിരോധിക്കണം, തൻ്റെ മതത്തിനെതിരെ പറയുന്നവരെ പ്രതിരോധിക്കണം, തൻ്റെ നടനെ എതിർക്കുന്നവരെ പ്രതിരോധിക്കണം. ശരിയായ പറ്റുന്നവർ നോക്കുന്നില്ല. അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വേടനെ എപ്പോഴും വേട്ടയാടാൻ ശ്രമിക്കും. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രതിരോധമാണ്, അവരുടെ ന്യായീകരണമാണ് നടന്നത്. അല്ല നടന്നു പോകണ്ടേ. പക്ഷേ വേടനെ പോലെ തളരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തമിഴിലാണ് അത് കൂടുതലുണ്ടാവുക. അപ്പൊ അതിന്റെ തമിഴ് വായിക്കാൻ ഇച്ചിരി സ്ലോ ഞാൻ. അപ്പൊ ഞാൻ അത് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കണം അതിനെക്കുറിച്ച്. കാരണം നമ്മളൊരു കാര്യം, പ്രത്യേകിച്ച് മിത്തോളജിയിൽ നിന്നൊരു കാര്യം എടുത്ത് നമ്മൾ എഴുതുമ്പോൾ അതിൽ മണ്ടത്തരം പറ്റരുതല്ലോ. അപ്പൊ അതിന് കുറച്ച് സമയം വേണം. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം വേടന് ആ ഫയർ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടോ? ആ ഫയർ കൂടുകയാണോ ചെയ്യുന്നത്? ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ട് എനിക്ക് വായിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര ഓപ്പണായി എനിക്ക്. അപ്പൊ ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരിക്കലും ആദ്യം കെട്ടുപോകാതിരിക്കാൻ ഞാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ഫയർ വിടാതിരിക്കാൻ തീർച്ചയായിട്ടും. രാഷ്ട്രീയം പറയുന്നത് നിർത്തുകയില്ല. അത് ഐ തിങ്ക് ഐ ആം ദ ചോസൺ വൺ. ഞാൻ അല്ലെങ്കിൽ മറ്റാരും പറയും ഉള്ളിലൊരു ഫയർ ഉണ്ട്, പോരാടാനൊരു വലിയ ആശയമുണ്ട്, പോരാടുന്നത് ഒരു വലിയ ആശയത്തിനെതിരെയാണ്. ഇതിനിടയിലൊക്കെ പ്രണയിക്കാനൊക്കെ എവിടുന്ന സമയം കിട്ടിയത്? വലിയ പോരാളികളെല്ലാവരും പ്രണയിച്ചിട്ടുള്ള ആൾക്കാരല്ലേ. ഇതിനിടയിൽ പ്രണയിക്കാനുള്ള മൊണലാവയെ കുറിച്ച് പറഞ്ഞത് അഗ്നിപർവ്വതം പോലെ അവൾക്ക് കൊടുത്തിരിക്കുന്നതാണ്, ഗിഫ്റ്റാണ് അല്ലെ മൊണലാവ. അതിൽ ചില വരികളൊക്കെ കേൾക്കുന്ന സമയത്ത് സോവിയറ്റ് യൂണിയനിലെ വിപ്ലവത്തെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്, മർദ്ദയെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് കടന്നു പോകുന്ന ഒരു ഫീലിംഗ് അതെങ്ങനെയായിരുന്നു? തുമ്പപ്പൂവും തുളസി കതിരുമൊക്കെയാണല്ലോ ഈ സങ്കല്പങ്ങൾ, പ്രേമമായിട്ട് പണ്ട് സ്ത്രീകളെ പൂവായിട്ടൊക്കെയാണല്ലോ, എന്താണ് തളിരുടലിന്റെ താരുണ്യമാണല്ലോ അല്ലെ. അവിടെ നിന്നൊക്കെ മാറി അത് ഇത്തരം സങ്കല്പങ്ങളിലേക്ക് വന്നത്. ഞാൻ ഹിരോഷിമയോ നാഗസാക്കിയോ എന്നിൽ വന്ന് വീഴാമോ, പ്രണയം ഒരു ആറ്റം ബോംബായി വന്ന് വീഴാമോ എന്നാണ് ചോദിച്ചത്. എന്റെ ലിബിയ മുഹമ്മദ് ഖദ്ദാഫി പുള്ളിക്കാരന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ചല്ലേ പറഞ്ഞത്. പുള്ളിക്കാരൻ ലിബിയെ പ്രണയിച്ചിരുന്ന ഒരാളാണ്. ഞാൻ വായിച്ച ഒരു കാര്യമാണ്. ലിബിയെ പ്രണയിച്ചുകൊണ്ടേയിരുന്ന ഒരാളാണ്. അവസാനം ലിബിയൻ തെരുവിൽ വെച്ച് തന്നെ അയാൾ പ്രണയിച്ചിരുന്ന ജനങ്ങളാൽ അയാൾ മർദ്ദിച്ചു കൊല്ലപ്പെട്ടു എന്നുള്ള സാധനം. അപ്പൊ നിന്നാൽ ഞാൻ മർദ്ദിച്ചു കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല, ദുഃഖമാണെങ്കിലും അതാണ് സാധനം. ഞാൻ എന്റെ ഒരു സ്റ്റൈൽ അത് എഴുതി എന്നുള്ളതാണ്. രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹൈ വോൾട്ടേജ് എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്ത വരികയായിരുന്നു സോഷ്യൽ ക്രിമിനൽ എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ട്. അതിനകത്ത് കോൺക്രീറ്റ് വനത്തിനോരത്തില് ആ പാട്ട് മുഴുവനെ എനിക്ക് അങ്ങനെ ഒരു ഫീലാണ്. ഹൈ എനർജിയാണ് ആ പാട്ട്. ആ പാട്ട് ലൈക്ക് ശരിക്കും എന്റെ ജീവിതം ഞാൻ അത് കൊണ്ടാലുള്ള ഒരു പാട്ടാണ്. അത് സാം സിയസ് ആണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കൊച്ചുമക്കളായിരിക്കുമല്ലോ മിക്കപ്പോഴും വരിക ഷോ കാണാനായിട്ട്. ഞാൻ അവരോട് ചോദിക്കും, വലിയ വണ്ടിയിൽ തലപ്പാവും വെച്ചിട്ട് ഈ രാജവീതി മുറിച്ച് വന്നതാരാണെന്ന് ഞാൻ ചോദിക്കും. അവർക്കറിയാതെ അതെ അവരിങ്ങനെ ഏറ്റുപാടുന്നത് അയ്യം കളി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊരു 4-5 പ്രാവശ്യം പറയിപ്പിക്കുന്നത്. അത് നമുക്കതൊരു വേറെ എനർജി. അത് വേടന്റെ സ്വപ്നത്തിലുള്ള ഒരു ഇന്ത്യ, വേടന്റെ സ്വപ്നത്തിലുള്ള ഒരു നാട് അല്ലെങ്കിൽ ഒരു ലോകം, ആ ലോകത്ത് ആരുണ്ടാവരുതെന്നാണ് വേടൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരിക്കരുത്, ആശയം ഉണ്ടാവരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ സമത്വവാദിയാണ്. സമത്വം ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരാൾ മറ്റൊരാളെ പിറപ്പിൽ വെറുക്കുന്ന ആശയമുണ്ടല്ലോ, ഈ അതാണ് എന്നെ വിഘടനവാദി എന്നാണ് പലരും ജാതി ഭീകരവാദിയാണ് എന്നാണ് സംഘപരിവാരം പറയുന്നത്. ആണോ? ഞാൻ നോക്കുകയാണ് നിങ്ങളുടെ ഭീകരവാദി ജാതി ഭീകരവാദി അല്ലെ ഇവിടെ വൈത്തരം പറയുന്നതായിട്ട് ഞാൻ വിചാരിക്കുന്നുള്ളത്. ഇവിടെ മതത്തിന്റെ പേരും ജാതിയുടെ പേരിൽ എത്ര ആൾക്കാർ കൊല്ലപ്പെടുന്നു മാംസം കഴിച്ചതിന്റെ പേരിൽ. കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടു പശുമാംസം കഴിച്ചു, പിന്നീട് പറഞ്ഞ കേട്ടാൽ പശുമാംസം അല്ലായിരുന്നു. നമ്മൾ എന്തിനു വേണ്ടിയാണ്
ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ ഇഷ്ടപ്പെട്ടു, ആ പെണ്ണിൻ്റെ യാതൊരു പ്രശ്നം ഉണ്ട്. ഞാൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിരുന്നു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അവരുടെ പേരൻസിന് എന്നെ ഇഷ്ടമല്ല. വർഷങ്ങൾക്ക് പഴയ കാര്യം പറയുന്നത്. മാതാപിതാക്കൾ നൽകിയതാണ് റിലീജിയനും ജാതിയും പേരും ഒക്കെ. നമ്മൾ മരിക്കുമ്പോൾ ഇതൊന്നും ഇല്ല, കാലം എവിടെയെല്ലാം കൊണ്ട് കുഴിച്ചു കളയും, എവിടെയെല്ലാം കൊണ്ട് കത്തിച്ചു കളയും. ആ ഇടയിൽ നമ്മൾ ജീവിച്ചു പോകുന്ന മനുഷ്യരാണ്. ആ ഒറ്റ കാരണം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ പ്രണയമാണ്. അവർക്കൊരിക്കലും എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടെ മകളെ വേറെ കല്യാണം കഴിപ്പിക്കണം. പക്ഷേ റീസൺ ഇതായിരുന്നു, ഞാൻ കാണുന്നത് ഇഷ്ടമല്ല, ഞാൻ സംസാരിക്കുന്നത് ഇഷ്ടമല്ല. ഇന്നിപ്പം ആ സ്ത്രീ എവിടെയൊന്നും എനിക്കറിയില്ല, എന്താ പറയുന്ന വർഷങ്ങളായില്ലേ അവർ കല്യാണം കഴിച്ചോ ജീവിച്ചിരിക്കുന്നുണ്ടോ. ഞാൻ പല പ്രാവശ്യം വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കി, ഫോൺ വിളിച്ചെടുക്കില്ല, കോൺടാക്ട്സ് എല്ലാം എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കണം, സോഷ്യൽ മീഡിയ എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കണം. പിന്നെ ഞാനെങ്ങനെ കണക്റ്റ് ആകുന്നു. ഇത് വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്ന ഒറ്റ കാരണത്താൽ ആ സൗഹൃദം തന്നെ അവർ കട്ടിവെച്ചു. അവരെന്ത് നേടി? മക്കളുടെ വിഷമം, മക്കളുടെ ആഗ്രഹങ്ങൾ തടയിട്ട് നിൽക്കാനും ഒക്കെ ശ്രമിക്കുന്നത് ഈ മതമാണ്. മതം, ജാതി. നമ്മുടെ നാട്ടിൽ എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നു മതത്തിന്റെ പേര്, ജാതിയുടെ പേര്. രാഷ്ട്രീയം പോലും എങ്ങനെയാണ് ഓരോ മതത്തിനും സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയം. ആ ഒരു മതത്തിനെ അല്ലെങ്കിൽ റിലീജിയനെ, കാസ്റ്റിനെയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു നടീനടന്മാർ പോലും സിനിമയിൽ നിലനിൽക്കുന്ന പോലും. ഇത് മൊത്തം ഇത് 2025 ജീവിക്കുമ്പോഴും മതവും ജാതിയൊക്കെ പറഞ്ഞ് ജീവിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളത്. വേടം പറയുന്ന പോലെ ഇതൊരു വലിയ പ്രശ്നമാണ്. ഒരു സ്ത്രീ ജാതി ഇവിടെ വേർതിരിവില്ല, ജാതിയും മതത്തിൻ്റെയും പേര് വേർതിരിവില്ലെന്നൊക്കെ BJPക്കാരും RSSകാരും പറയുമ്പോഴും ട്രിവാൻഡ്രത്ത് 3 ആഴ്ച മുമ്പാണ് ഒരു സ്ത്രീയെ ചെയ്യാത്ത മോഷണക്കുറ്റത്തിന് പിടിച്ചിടാൻ നോക്കിയത്. മിനിങ്ങാനാണ് ഒരു പെൺകുട്ടിയെ നോർത്തിൽ ദളിത് സ്ത്രീയെ പീഡിപ്പിക്കാൻ നോക്കിയത്, ദളിത് സ്ത്രീയെ പീഡിപ്പിച്ചത്. വാർത്തകളൊക്കെ ഉണ്ട്, 2-3 ദിവസമേ ഉള്ളൂ. അപ്പം ജാതിയും മതമൊക്കെ ഉണ്ടോ ഇല്ലോ എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ എടുത്ത് മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം തന്നെ ആർക്കാണ്, ആരെ ബോധ്യപ്പെടുത്താണ് ജാതി, മതം, മനുഷ്യൻ? നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളും ഒരു മൃഗം തന്നെയാണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല. നമ്മളെ ഒന്ന് ഇച്ചിരി ബൂസ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ മനുഷ്യൻ എന്നുള്ള ഇത് കൊടുത്ത് നമ്മളങ്ങ് മാറ്റി നിർത്തി. കാരണം നമുക്ക് ആയുധം ഉപയോഗിക്കാൻ അറിയാം, വീട് കെട്ടാനും ടെക്നോളജിയൊക്കെ അറിയാം. മൃഗങ്ങൾക്ക് അത് അറിയത്തില്ലല്ലോ. ഈ മൃഗങ്ങൾക്കകത്ത് ഏറ്റവും ബുദ്ധിയുള്ള വിഭാഗമാണ് നമ്മൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.